ധനുഷ്, നിങ്ങൾ ഓഡിയോ ലോഞ്ചുകളിൽ പാവം ആരാധകരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ പകുതിയെങ്കിലും സത്യമായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോകുന്നു. തന്റെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര നടൻ ധനുഷിനെതിരെ തൊടുത്തുവിട്ട പുതിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തന്റെ വിവാഹവും സിനിമാ ജീവിതവും നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഡോക്യുമെന്ററി ആക്കിയപ്പോൾ ഭർത്താവ് വിഘ്നേഷ് ശിവന്റെ സംവിധാനത്തിൽ അഭിനയിച്ച ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ അതിൽ ഉപയോഗിക്കാൻ അനുവാദം കിട്ടാനുള്ള തങ്ങളുടെ 2 വർഷത്തെ ശ്രമം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു എന്നാണ് നയൻതാര പറഞ്ഞിരിക്കുന്നത്. ധനുഷിന്റെ നിർമ്മാണത്തിൽ 2015 പുറത്തിറങ്ങിയ ചിത്രത്തിൽ വിജയ് സേതുപതിയും നയൻതാരയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് നയനും വിഘ്നേഷും പ്രണയത്തിലായത് തെന്നിന്ത്യ മുഴുവൻ വലിയ വാർത്തയായിരുന്നു. വമ്പൻ വിജയമായ നാനും റൗഡിദാനിലെ പാട്ടുകളും വിഷ്വൽ കട്ട്സും ഉപയോഗിക്കാനുള്ള നോ ഒഫൻസ് സർട്ടിഫിക്കറ്റിനായി പലതവണ അപേക്ഷിച്ചിട്ടും ധനുഷ് അത് നൽകിയില്ല. ഡോക്യുമെന്ററി ചിത്രത്തോട് ധനുഷ് കാണിക്കുന്ന വൈരാഗ്യം ഇത് നിർമ്മിക്കാൻ സഹകരിച്ചവരെയും ബാധിക്കുന്നു. തന്നെ ഞെട്ടിച്ചത് ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ തങ്ങൾ സെറ്റിൽ വെച്ച് മൊബൈലിൽ പകർത്തിയ 3 സെക്കൻഡ് വീഡിയോ ഉപയോഗിച്ചതിന് ധനുഷ് 10 കോടി ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചതാണ്. ഒരു പ്രൊഡ്യൂസർക്ക് സെറ്റിലെ എല്ലാ മനുഷ്യരുടെയും ജീവിതവും സ്വാതന്ത്ര്യവും നിയന്ത്രിക്കുന്ന ചക്രവർത്തിയാകാൻ സാധിക്കുമോ? നിയമ പോരാട്ടത്തിൽ താൻ തോറ്റുപോയേക്കാം, എന്നാൽ ദൈവത്തിന്റെ കോടതി എന്നുണ്ട്. ഇത്രയും കാലം ആളുകളുടെ മുന്നിൽ ധനുഷ് ഒരു മുഖംമൂടി ധരിച്ചിരുന്നു. പ്രൊഡ്യൂസർ എന്ന നിലയിൽ ചിത്രം വമ്പൻ സാമ്പത്തിക വിജയം നേടിക്കൊടുത്തിട്ടും ആ വിജയം അത് ധനുഷിന്റെ ഈഗോയെ മുറിവേൽപ്പിച്ചിരുന്നു. റിലീസിന് മുമ്പ് ചിത്രത്തെപ്പറ്റി താങ്കൾ പറഞ്ഞതൊക്കെ ഉണങ്ങാത്ത മുറിവായി ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുണ്ട്. നാനും റൗഡിദാനിലെ പെർഫോമൻസിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് വാങ്ങിക്കുമ്പോൾ ധനുഷ് തന്റെ പെർഫോമൻസ് അങ്ങേയറ്റം വെറുത്തിരുന്നു എന്ന് നയൻതാര ധനുഷിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നയൻതാര ഇട്ട പോസ്റ്റിന് ലൈക്ക് ചെയ്ത് ഐക്യദാർഢ്യവുമായി വന്നത് പാർവതി തിരുവോത്ത്, നസ്രിയ നസീം, അനുപമ പരമേശ്വരൻ, ഐശ്വര്യ ലക്ഷ്മി, ശ്രുതിഹാസൻ എന്നിവരാണ്. അതിലെ കൗതുകം എന്തെന്നാൽ ഇവർ 5 പേരും ധനുഷിന്റെ നായികമാരായിരുന്നു എന്നതാണ്. വിഷയം ധനുഷും നയൻതാരയൊക്കെ ആണെങ്കിലും ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇളയരാജയും കമന്റ് ബോക്സിൽ പഴി കേൾക്കുന്നു എന്നതാണ്. കാരണം ഇതിനു മുമ്പ് കോപ്പിറൈറ്റ് അവകാശത്തിന്റെ പേരിൽ വിവാദമായത് ഇളയരാജ തന്റെ പാട്ടുകളുടെ റോയൽറ്റി അവകാശപ്പെട്ടതാണ്. ഇനി ധനുഷ് അഭിനയിക്കാൻ പോകുന്നത് ഇളയരാജയുടെ ബയോപിക്കിലുമാണ്. അതിനാൽ ധനുഷിന് ഇളയരാജയുടെ പ്രേതം കയറിയതാവാമെന്നാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്. അടുത്ത പടത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ പഞ്ച് ഡയലോഗൊക്കെയായി പുതിയ കഥയുണ്ടാക്കി നിങ്ങൾ വരുമെന്നറിയാം. പക്ഷെ ദൈവം എല്ലാം കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ നിർഭാഗ്യത്തിൽ ആനന്ദം കണ്ടെത്തുക എന്നർത്ഥം വരുന്ന ഷേഡൻഫ്രോയ്ഡെ എന്ന ജർമ്മൻ പദം ധനുഷിന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ലേഡി സൂപ്പർ സ്റ്റാർ പറഞ്ഞു നിർത്തുന്നത്.